കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിലനിന്നിരുന്ന വലിയൊരു ആശങ്കയ്ക്കാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് എന്ന് വേണമെങ്കിലും പറയാം. മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സണ്ണി ജോസഫ് നേരിട്ട് കണ്ടതോടെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ വിവാദങ്ങൾക്കും വിരാമമായിരിക്കുകയാണ്. തങ്ങൾക്കിടയിൽ യാതൊരുവിധ പിണക്കവുമില്ലെന്ന് ഇരുവരും ആവർത്തിച്ച് വ്യക്തമാക്കുന്നുമുണ്ട്. തങ്ങൾക്കിടയിലുള്ളത് നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമുള്ള ഹൃദയ ബന്ധമാണെന്ന് സുധാകരൻ മാധ്യമങ്ങളോട് പറയുമ്പോൾ കെ സുധാകരൻ എന്റെ നേതാവാണ് എന്ന ഉറച്ച വാക്കുകളോടെയാണ് സണ്ണി ജോസഫ് ഇതിനോട് പ്രതികരിച്ചത്. തന്നെ DCC പ്രസിഡന്റും KPCC പ്രസിഡന്റുമാക്കിയതിൽ കെ സുധാകരൻ വഹിച്ച വലിയ പങ്കിനെക്കുറിച്ച് സണ്ണി ജോസഫ് ഈ കൂടിക്കാഴ്ചയിൽ അഭിമാനത്തോടെ സംസാരിക്കുന്നുമുണ്ട്. 3 തവണ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാണ് സുധാകരൻ തന്നെ സ്ഥാനമേൽപ്പിക്കാൻ അയച്ചതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. തിരക്കുകൾ കാരണമാണ് നേരിട്ട് കാണാൻ വൈകിയതെന്നും അല്ലാതെ പിണക്കങ്ങൾ കൊണ്ടല്ല എന്നും സണ്ണി ജോസഫ് വിവരിച്ചു. താനിപ്പോൾ പൂർണ്ണ സംതൃപ്തനാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. പേരാവൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ UDFന്റെ പ്രചാരണം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒത്തുചേരൽ വലിയ ഊർജ്ജമാണ് നൽകുന്നത്. തങ്ങൾക്കിടയിൽ ശീതയുദ്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച മാധ്യമങ്ങളെ സുധാകരൻ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. സണ്ണിയോട് ചോദിക്കാതെ താൻ ഒരു കാര്യവും ചെയ്യാറില്ല എന്നും സുധാകരൻ സാക്ഷ്യപ്പെടുത്തി. ചുരുക്കത്തിൽ കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഐക്യത്തിന്റെ പുതിയൊരു അധ്യായത്തിനാണ് ഈ കൂടിക്കാഴ്ച വഴിയൊരുക്കിയിരിക്കുന്നത്. പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഈ ദൃശ്യങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും UDFന് വലിയ കരുത്താകുമെന്നതിൽ സംശയമില്ല. എന്തായാലും ആ ദൃശ്യങ്ങളും അവരുടെ വാക്കുകളും നമുക്കൊന്ന് കേട്ടു നോക്കാം. പേരാവൂരിലേക്കാ നാളെ എന്താശങ്ക? ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആരാ പറഞ്ഞങ്ങനെ പോവില്ല? ആരാ നിങ്ങൾക്ക് ഹിന്റ് തന്നോനെ എനിക്ക് തരണം? ഒരു ദേഷ്യത്തിലും ഇല്ല, എന്നോടൊരു ദേഷ്യം ആടിയില്ല. എനിക്ക് നന്നായി അറിയാം. അല്ല, പ്രശ്നങ്ങളല്ലെങ്കിൽ നമ്മൾ തീർത്തിട്ട് പോകുന്ന ആളുകളാണ്. ഞാൻ തന്നെ വിചാരിച്ച 1 മണിക്കൂർ കൊണ്ട് അതൊക്കെ തീരും. അതൊന്നൊരു പ്രശ്നമല്ല. ആര് നമ്മൾ തമ്മിലാ പ്രേമൊന്നും മനസ്സിലായില്ലേ? സമയം ചോദിക്കാം. നമ്മള് നാളത്തെ ഒരു പ്രോഗ്രാമിന് നാളെ വരുന്നുണ്ട്. നാളെ അയ്യങ്കുന്നിലെ പരിപാടിക്ക് ഒരു ശക്തിയുമില്ല. എപ്പോൾ നേരത്തെ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ ലാഘവമായ ഒരു സാഹചര്യമാണ് ഇന്ന്. അതിലും സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. ഒന്ന് മഹാഭൂരിപക്ഷം കൂടും. ഇല്ലില്ല, ഞാൻ നിങ്ങൾക്കറിയാലോ തിരക്കല്ലേ. ഒന്നും വൈകിട്ടില്ല. ഞാനും തിരക്കിലായിരുന്നു, അദ്ദേഹവും തിരക്കിലായിരുന്നു. കണ്ടു. നമുക്ക് തമ്മിൽ കാണാനുള്ള സമയം നമ്മൾ 2 കൂട്ടരും കൂടി ആലോചിച്ച് തീരുമാനിച്ചതാണ് ഈ സമയം. കേട്ടോ? നിങ്ങൾക്കറിയാലോ, ഞാൻ ഡൽഹിയിലൊക്കെ ആയിരുന്നു. കുറച്ച് സമയം ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ 2 പ്രാവശ്യം പോയി. ഞങ്ങൾ KPCC നിന്നും ചർച്ച ചെയ്തു. ഞാൻ കണ്ണൂർ എത്താൻ താമസിച്ചു, നിയോജകമണ്ഡലത്തിൽ എത്താൻ ഞാൻ താമസിച്ചു. ശരിക്കും അദ്ദേഹത്തിന് ഈ ഒരു സീറ്റ് ആഗ്രഹിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചർച്ചകൾ നടന്നു, പിന്നീട് ഇത് കിട്ടിയില്ല. സണ്ണി വക്കീൽ ഏതെങ്കിലും രീതിയിൽ ഇദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞൊക്കെ അത് ഞാനിപ്പോൾ അത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നത് ശരിയല്ലല്ലോ. അല്ല, ഇത് അങ്ങനെ കൊടുക്കണമെന്ന് മത്സരിക്കാൻ പോകുന്ന ആൾ പറയുമോ? പറയാൻ പാടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കുറ്റമല്ലേ? ഹൈക്കമാൻഡ് തീരുമാനത്തിന് വിടുക. ഹൈക്കമാൻഡ് തീരുമാനത്തിനെതിരല്ലേ? നിങ്ങളെ പറയുന്നതേ ശരിയല്ല. അത്ര ഞാൻ ഐ ആം ഫുള്ളി ഹാപ്പി. ഫുള്ളി മാത്രമല്ല, ഫുള്ളി ഹാപ്പി. നമ്മൾ തമ്മിൽ ഒരു സൗന്ദര്യ പിണക്കം ഉണ്ടായിട്ടില്ല. ഒരു പിണക്കവും നിങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടാ. നിങ്ങൾ ഇതിന്റെ ഒരു കിരാതമായ ആളുകളാണ് നിങ്ങൾ. വളരെ പിന്നെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് കെ സുധാകരൻ ഞങ്ങളുടെ നേതാവാണ്. ഹീസ് മൈ ലീഡർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം DCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് മന്ത്രിയായപ്പോൾ എന്നെ അദ്ദേഹം DCC പ്രസിഡന്റാക്കി. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ സന്ദർഭത്തിൽ എന്നെ KPCC പ്രസിഡന്റാക്കാൻ അദ്ദേഹത്തിൻ്റെ കഠിന പിന്തുണയുണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് ആകുന്ന സമയത്ത് എന്നോട് പറഞ്ഞത്, താൻ പ്രസിഡന്റ് ആകുന്നെങ്കിൽ ഞാൻ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞത്. അത് DCC ഓഫീസിലും KPCC ഓഫീസിലും എനിക്ക് പയ്യാവൂരിൽ നൽകിയ സ്വീകരണത്തിലും അങ്ങനെ തന്നെ 3 പ്രാവശ്യം തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ആ പിന്തുണ ജ്യേഷ്ഠ സഹോദരൻ്റെ പിന്തുണയും സ്നേഹവും എപ്പോഴും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഇല്ലില്ല, ആ തീരുമാനം ഉണ്ടാക്കിയ ശീതസമരേ ഉള്ളൂ, വേറെ സമരമൊന്നുമില്ല. ഇല്ലാത്ത സമരം നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ വിളമ്പുന്നതാ. മനസ്സിലായല്ലോ? അത് സമയം ഞങ്ങൾ നല്ല തിരക്കല്ലേ. എന്ത്? അപ്പൊ ശരി ശരി ഓക്കെ.
അപ്പൊ ഞാൻ പോയിക്കോട്ടെ. ഓക്കെ എല്ലാ അനുഗ്രഹങ്ങളും. റൈറ്റ്, എല്ലാ അനുഗ്രഹങ്ങളും. യെസ്, നാളെ പേരാവൂരില്ലേ? ഓക്കെ. ഞാൻ പേരാവൂര് പോകും. ഇതാ അനുഗ്രഹിച്ചല്ലോ. ഇതെന്റെ സ്വന്താണ്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ബന്ധമല്ല. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും നന്നായി അടുത്ത് പെരുമാറിയ ഒരാളാണ് സണ്ണി. എല്ലാ വിഷയത്തിലും സണ്ണിയോട് ചോദിക്കാതെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. അദ്ദേഹവും അതുപോലെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് സത്യം കേട്ടോ. പോടും. ഓക്കെ, പോടും. റൈറ്റ്.